ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ച് നോക്കാം. നല്ലവരായതുകൊണ്ട് ആയില്ല. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17-ാം തിരുവചനമാണ്. വചനം പറയും, നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സംഭവത്തോട് നമുക്ക് വചനത്തെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. 10ാമത്തെ വയസ്സിൽ അനാഥനായി തീർന്ന ആളാണ് എൻ്റെ അപ്പച്ചൻ. സ്വന്തമായി ഒരു ഭവനമുണ്ടായിരുന്നത് കത്തിപ്പോയി. കൂലിപ്പണിയെടുത്തും പട്ടിണി കിടന്നും തനിക്കു താഴെയുള്ളവരുടെ 2-3 വയറുകളെ കൂടി ഊട്ടേണ്ടി വന്ന നാളുകൾ. എല്ലാവരോടും കൂടി അധ്വാനിച്ച് ഒരു നിലയിലെത്തിയതിന് ശേഷം വിവാഹം കഴിച്ച് സ്വന്തമായി ഒരു വീടും വാങ്ങി എൻ്റെ അപ്പച്ചൻ പുതിയൊരു സ്ഥലത്തേക്ക് താമസിക്കുവാൻ തുടങ്ങി. എല്ലാം ഭംഗിയായി നടന്നു. ധാരാളം കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ ഏക പ്രാർത്ഥന സൽസ്വഭാവിയായ ഒരു ഭർത്താവിനെ കിട്ടണം എന്നായിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷേ ഒരു കാര്യം അപ്പച്ചൻ പറയുമായിരുന്നു: ഞാൻ കള്ളു കുടിക്കുന്നില്ല, ബീഡി വലിക്കുന്നില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല, നല്ലതുപോലെ അധ്വാനിക്കുന്നു. പിന്നെ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ദൈവത്തെ മറന്നു എന്ന് പറയുന്നതിനേക്കാൾ അവിടുത്തെ അറിഞ്ഞില്ല എന്ന് പറയുന്നതാവും ശരി. ജീവിതത്തിൽ അനിവാര്യമായിരുന്നത് ആ നാളുകളിൽ സംഭവിച്ചു. ഒരു സുഹൃത്തിന് ലോൺ എടുക്കുന്നതിന് വേണ്ടി അപ്പച്ചൻ ജാമ്യം നിന്നിരുന്നു. ആ വ്യക്തി പണം തിരിച്ചടയ്ക്കാതായപ്പോൾ ഞങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന വലിയൊരു പ്രതിസന്ധി വന്നു. പലർക്കും സംഭവിക്കുന്നത് പോലെ മനസ്സില്ലാ മനസ്സോടെ അപ്പച്ചനും ആദ്യമായി ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ പടികൾ കടന്നു. അവിടെ വെച്ച് കരുതാനും പരിപാലിക്കാനും അപ്പനും അമ്മയും ഇല്ലാതിരുന്നിട്ടും നാളിതുവരെ തൻ്റെ പൊൻകരങ്ങളിൽ തന്നെ താങ്ങിയ ദൈവത്തെ അപ്പച്ചൻ തിരിച്ചറിഞ്ഞു. ഭൂമിയിൽ ഒരു പിതാവില്ലാതിരുന്നിട്ടും ആ സ്ഥാനം ഏറ്റെടുത്ത നല്ല ദൈവത്തിൻ്റെ സ്പർശനം ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി. പ്രതിസന്ധികളിൽ താങ്ങാൻ, കരയുമ്പോൾ കണ്ണീർ തുടയ്ക്കാൻ, ആരും കാണാത്ത നൊമ്പരങ്ങളിൽ ആശ്വാസം പകരാൻ സ്വർഗത്തിൽ തനിക്കൊരു പിതാവുണ്ടെന്നും അവിടുന്ന് കരുതുമെന്നുള്ള ഉറപ്പ് വല്ലാത്ത ആശ്വാസമായി. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ഒരാളെ ദൈവം എങ്ങനെയാണ് കൈവിടുക? പക്ഷേ ധ്യാനം കഴിഞ്ഞ് തിരികെ വന്ന അപ്പച്ചനെ കാത്തിരുന്നത് രക്ഷപ്പെട്ടതിൻ്റെ വാർത്തയായിരുന്നില്ല. ജപ്തിക്കായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി. പൊടിക്കുഞ്ഞുങ്ങളായ ഞങ്ങൾ 3 പേരെ എടുത്ത് വഴിയിലേക്കിറങ്ങേണ്ട സാഹചര്യം. കണ്ണുനീരോടെ 2 പേരും പറഞ്ഞു: സ്വർഗത്തിൽ നമുക്കൊരു പിതാവില്ലേ? നമ്മുടെ വേദനകളും നിസ്സഹായതയും കാണുന്നവൻ. നമുക്ക് ദൈവം തന്ന നമ്മുടെ പിള്ളേരെ പണിയെടുത്ത് അധ്വാനിച്ച് വളർത്തി നല്ല നിലയിൽ എത്തിക്കാം. 3ാം ക്ലാസ്സും 8ാം ക്ലാസ്സും വിദ്യാഭ്യാസമുള്ള, മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമുള്ള 2 പേർക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് നമുക്കറിയാം. എങ്കിലും എല്ലുമുറിയെ പണിയെടുത്തും വിശന്നപ്പോൾ മുണ്ട് മുറുക്കി ഉടുത്തും അവർ ആ ദൈവത്തോട് ചേർന്ന് നിന്നു. അവിശ്വാസത്തിൻ്റെ യാത്ര ഇന്നും തുടരുന്നു. എനിക്കറിയാം, സ്വർഗത്തിലെ ദൈവം മനുഷ്യരുടെ കണ്ണുനീരുകൾ അവഗണിച്ച് മുഖം തിരിക്കുന്നവനല്ല. മക്കളായ ഞങ്ങൾ 3 പേരും ഇന്ന് ജോലിക്കാരാണ്. ലക്ഷങ്ങൾ മുടക്കിയാണ് പഠിച്ചത്. വീട്ടിൽ വരുമാനമൊന്നുമില്ലാതിരുന്നിട്ടും ഇന്ന് വരെ ഒരിടത്തും ഒരു കുറവും ഉണ്ടായിട്ടില്ല. കടബാധ്യതകൾ അലട്ടുന്നില്ല. ലോൺ ഒന്നും എടുക്കാത്തതിനാൽ അത് അടയ്ക്കാനുമില്ല. ലോൺ എടുക്കാതെ മക്കളെ പഠിപ്പിച്ച് നല്ല ജോലി സമ്പാദിച്ചു കൊടുത്ത പാവപ്പെട്ടവരുടെ ഇടയിലെ ഏക മാതാപിതാക്കളായിരിക്കും അവർ എന്ന് ഞാൻ കരുതുന്നു. നല്ലവരായതുകൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കണമെന്നില്ല. നാം വിശ്വാസികളാവണം. കാരണം നല്ലവരെ കൊണ്ട് ചെയ്യാവുന്നതിലും ഏറെ വിശ്വാസികൾക്ക് ചെയ്യാനാവും. സാധാരണത്വത്തിൽ നിന്ന് പുറത്തു വന്നവരെയാണ് നാം വിശ്വാസികൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നം പൂർത്തിയാക്കുവാൻ അവിടുന്ന് ഉപയോഗിക്കുന്നത് വിശ്വാസികളെയാണ്. നമ്മുടെ ജീവിതം നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നത് ദൈവത്തെ മാത്രമാണ്. കാരണം അവിടുന്ന് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. മനുഷ്യരെല്ലാം നമ്മെ കൈവിട്ടേക്കാം, ബന്ധങ്ങൾ മുറിഞ്ഞു പോയേക്കാം, മാതാപിതാക്കളും ബന്ധുക്കളും മിത്രങ്ങളുമെല്ലാം നമ്മുടെ കാര്യത്തിൽ നിസ്സഹായരായേക്കാം. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലിക്കുന്ന കരങ്ങൾ ഒരിക്കലും പിൻവലിക്കപ്പെടാറില്ല. ഈ വിശ്വാസമായിരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് ലക്ഷ്യങ്ങളുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. ഈ വചനഭാഗം നമുക്ക് ധ്യാനിക്കാം. വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.